ഗൈസ് ഇന്നേ കളിക്കാൻ വന്നേക്കാണ്. ഞാൻ ഔട്ടായി. പക്ഷേ നാട്ടിലത്തെ പോലെ ഇവിടെ നടക്കില്ല. കാരണം ഔട്ടായവരെ പോയി ബോൾ എടുക്കണം. ഇത് 4 ലൈൻ്റെ ഒക്കെ അടുത്താണിത്. അപ്പോൾ നല്ല ചൂടുണ്ട്. അടിച്ചോടി ഔട്ടായവർ പോയിട്ട് ബൗണ്ടറിയോടെ പോയി നിൽക്കുക. കാരണം ബോൾ പിന്നെ കിട്ടില്ല. റോട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ലേ. അപ്പോൾ ഇന്നിപ്പോൾ കളിക്കാൻ വരുമ്പോഴേ നമ്മുടെ കഫീൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സ്പോൺസർ അർബാബ്, നമ്മുടെ ബാബ എന്നൊക്കെ പറയും. ഖത്തറിലെല്ലാം ബാബ തന്നെ വിളിക്കുക. പിന്നെ കാട്ടി ചെറുപ്പമാണ്. അപ്പോൾ നമ്മൾ ബാബ എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ അവനെ പേരെ വിളിക്കുള്ളൂ. അപ്പോൾ പെർമിഷൻ മുന്നേ തന്നിട്ടുണ്ട്. കളിച്ചോ എന്ന് പറഞ്ഞിട്ട് പെർമിഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ടായിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കുക. വിടണ്ട. ഈത്തപ്പഴ മരത്തിൻ്റെ അടിയിൽ ഇത്തിരി തണൽ, അതിൻ്റെ അടിയിൽ ഒത്തിരി ബോൾ എടുക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സമ്മർദ്ദമൊക്കെ ഉണ്ട്. കളിക്കാൻ പോകുമ്പോൾ എന്താ പാട്, കളി നമ്മുടെ കയ്യിൽ കിട്ടുമെന്നില്ല എന്ന് പറഞ്ഞാൽ. എന്നാലും കുഴപ്പമില്ലാത്ത സ്കോർ 10-30 റൺസൊക്കെ എടുത്തിട്ടാ. 2-3 6 ഒക്കെ അടിച്ച് 4 ഒക്കെ അടിച്ച് കുഴപ്പമില്ലാത്ത കളി കളിച്ച്. ഇത് നാറ്റിച്ചില്ല. നമ്മുടെ ഗ്രൗണ്ട് തന്നെ നമ്മൾ കളിച്ചിരുന്ന പഴയ ഗ്രൗണ്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, അപ്പോൾ ഇനി നാളെ വരാം. ഓക്കെ. ഹലോ, ഞാൻ ഔട്ടായി. ഇത് മറ്റൊരു കളിക്കുന്നുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോഴേ മുന്നേ കളിക്കുമ്പോൾ ഞങ്ങൾ കാർപ്പറ്റ് ഇട്ടിട്ട് കളിച്ചിരുന്നു. ഇപ്പോൾ ഫുള്ള് കോൺക്രീറ്റ് ചെയ്തൊക്കെ പരിക്കട്ട കാരണം സിമെൻ്റ് ഇട്ടാണ്ട് മിനുക്കിക്കണ്. അപ്പോൾ ബോള് അടിക്കണവരൊക്കെ 6. ബോള് വരുന്നുള്ളൂ കാണുന്നുള്ളൂ. പിന്നെ കൈൻ്റെ 6 ലൈൻ അപ്പുറത്താണ്. നല്ല പടപടക്കണ്. അങ്ങനെ ദുബായിൽ കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട് നമ്മൾ മറ്റേ കോൺക്രീറ്റ് പിച്ചിലേ. പക്ഷെ നല്ല എണ്ണം പറഞ്ഞ ചൂടട്ടാ. ഓരോരുത്തരുണ്ടല്ലോ ഇരിക്കുന്ന ഔട്ടായിട്ട് ചിന്തിച്ചിരിക്കുക. ഇതിപ്പോൾ 2 ഇറങ്ങിയേക്കണം. ഇപ്പോൾ നമ്മുടെ കൂട്ടുകാർ. അപ്പോൾ അവർക്ക് ഇപ്പോൾ റൺസ് 214 ഞങ്ങൾ 170 ആയിട്ടുള്ളൂ. കിട്ടുമില്ലെന്ന് അറിയില്ല. ഓക്കെ ഗൈസ്, നാളെ കാണാം.